ഹലോ ഹായ്. നമുക്കേ കറ്റാർ വാഴ ഒരുപാട് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് കറ്റാർ വാഴ ഒരെണ്ണം മാറ്റി വെക്കുന്ന ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചേ. അപ്പോൾ കറ്റാർ വാഴ മറ്റേ ഞാനൊരു പിന്നെ ചെടിച്ചട്ടി നോക്കട്ടെ. ചെടിച്ചട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ചെടിച്ചട്ടി വെക്കാം. അല്ലെങ്കിൽ നമുക്കിവിടെ ഒരുപാട് കറ്റാർ വാഴ ഇതുണ്ട് തയ്യായിട്ട് നിൽപ്പുണ്ടേ. അപ്പോൾ നമ്മൾ ഇതിന് വലിയ വളമൊന്നും ഞാൻ ഇടുന്നതല്ല. എന്നാലും ചാണകപ്പൊടിയൊക്കെ ഉണക്ക ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കണ്ടോ. ഒരുപാട് തൈ ഇതിൻ്റെ ഇടയിൽ നിൽപ്പുണ്ട് മാറ്റി വെക്കാനായിട്ട്. അപ്പോൾ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാനിത് മാറ്റി വെക്കാഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിൽ 2 തൈ നമുക്ക് പറിച്ചെടുക്കാം. ഇതിൽ കൊച്ചു തൈയാണ്. അപ്പോൾ ഒരെണ്ണത്തിൽ 2 വിധമാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കാണ് ഞാൻ കൂടുതലും എടുക്കുന്നത്. ഇതിലൊക്കെ ഇതുണ്ടോ കുനുകുനാന്നുള്ള തൈ വരുന്നത് കണ്ടോ. അങ്ങോട്ട് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഇതുണ്ടോ ബാഗിലൊക്കെ ആണെങ്കിലും കണ്ടോ ഇതൊക്കെ നിറച്ച് തൈ നിൽപ്പുണ്ട് കണ്ടോ. ഇതൊക്കെ തൈ വരുന്നുണ്ട്. ഇതിലൊക്കെ കണ്ടോ, ഇതിലെല്ലാം തൈ വരുന്നുണ്ട്. ഇതൊക്കെ തന്നെത്താൻ ഞാൻ ഉണ്ടോ വരുമ്പോൾ ഒരെണ്ണമൊക്കെ വെച്ച് മാറ്റി വെക്കുന്നതാണ്. അപ്പം നമുക്ക് ഇത് മാറ്റി വെക്കുന്ന ഒരു വീഡിയോ നമുക്ക് എടുക്കാം. വലുതായിട്ടൊന്നുമില്ല, ഒത്തിരി വളങ്ങളൊന്നും ഞാൻ ചേർക്കാറില്ല. ചാണകപ്പൊടിയാണ് മെയിനായിട്ട്, ഉണക്ക ചാണകപ്പൊടിയാണ് മെയിനായിട്ട്. പിന്നെ നമ്മുടെ ഈ വേസ്റ്റും ഒക്കെ ഇട്ട് കൊടുക്കും, മുട്ടത്തോടും ഒക്കെ ഇട്ട് കൊടുക്കും. അപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് മാറ്റി വെക്കാൻ ചെടിച്ചട്ടി വല്ലതും ഒഴിവുണ്ടോ എന്ന് നോക്കട്ടെ. ചെടിച്ചട്ടി ഒന്നും ഇല്ല. അതായത് നമുക്ക് ഈ ബാഗ് മാറ്റാവേ. എന്താണെന്ന് വെച്ചാൽ ഈ വേറൊരു വഴുതന അതത്ര ഇതില്ലായിരുന്നു, അത് ഞാൻ മാറ്റി താഴെ വെച്ച്. അപ്പം നമുക്ക് ഇതിലോട്ട് മാറ്റി വെക്കാം. അപ്പം ആദ്യം നമുക്ക് കുറച്ച് ചവറിടാം. ചവറിടുന്നത് പറഞ്ഞാൽ വെള്ളം കൃത്യമായിട്ട് അത് പോകാൻ വേണ്ടിയിട്ടാണ്. അല്ല വെള്ളം കെട്ടി നിന്ന് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ആദ്യം കുറച്ച് ചവറ് വാരിയിടാം. ചാണകത്തിന് ധാരാളം കിട്ടും. എന്താ വെച്ചാൽ പശു അടുത്തുള്ള മിക്ക ഡെയിലി ഞങ്ങളുടെ പറമ്പിലാണ് കൊണ്ട് കെട്ടുന്നത്. ഇപ്പം അങ്ങ് മണ്ണ് നിൽക്കുന്ന ആ ചൂടിൽ ആ പശു നിൽക്കുന്ന അവിടുത്തെ ആ മണ്ണാണേലും മതി കേട്ടോ. അത് ഈ ചാണാനും ഗോമൂത്രം എല്ലാം കൂടെ കൂടി കലർന്ന് കിടക്കുന്ന മണ്ണാണ്. അപ്പം ആ മണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചാണകപ്പൊടിയുടെ ആവശ്യമില്ല. അതിൽ കുറച്ച് മണ്ണും നമ്മുടെ സാധാ മണ്ണും കൂടെ ചേർത്താൽ മതി. ഞാൻ അങ്ങനെ സാധാരണ വെക്കുന്നത്. അപ്പം നമുക്കത് ഞാൻ നട്ട് കാണിച്ചു തരാം. അപ്പം നമ്മളെ ഇതിനകത്തോട്ട് ഇത് വേസ്റ്റ് എല്ലാം കൂടെ നിറച്ചില്ലായിരുന്നു. അപ്പം നമുക്ക് അതിലോട്ട് കുറച്ച് മണ്ണിടാം. മണ്ണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കാണിച്ചില്ലേ, നമ്മുടെ ആ പശു നിൽക്കുന്ന അവിടുത്തെ മണ്ണാണേലും മതി. ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അതാണെങ്കിലും നല്ലതാണ്. അപ്പം ഞാൻ ആ മണ്ണാണ് എടുക്കുന്നത്. അത് നല്ല വളക്കൂറുള്ള മണ്ണാണ്. അപ്പോൾ അതിൽ കുറച്ച് മണ്ണും നമ്മുടെ സാധാ മണ്ണും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പം അത് വെച്ചാൽ മതി. പിന്നെ നമ്മൾ കുറേ നാളത്തേക്ക് വളമൊന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല. അതിൽ കിടന്നങ്ങ് പിടിച്ച് വന്നോളും കേട്ടോ. അപ്പം ഞാനിതൊന്ന് അരയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ മണ്ണ് ഇതിലോട്ട് ഞാൻ നിറക്കുവാണ്. ആ മണ്ണും നമ്മുടെ സാധാ മണ്ണും കൂടെയുള്ള മിക്സ് ചെയ്ത മണ്ണാണ്. അപ്പം ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ നാളത്തേക്ക് വേറെ വളമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിൽ തന്നെ നല്ലതുപോലെ നല്ല ആരോഗ്യമായിട്ട് തണ്ടുമായിട്ട് പിടിച്ച് വരുവേ. അപ്പോൾ ഒത്തിരി വിത്ത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് വിത്തും കിട്ടും. ഇഷ്ടം പോലെ വിത്തുണ്ടാകും. ഞാൻ പിന്നെ ഇത് 50 രൂപ ഒരെണ്ണത്തിന് 50 രൂപ കൊടുത്ത് 2 തൈ 100 രൂപയ്ക്ക് ഞാൻ മേടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നാണ് ഇതിന് മാത്രം ഇപ്പം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും. ഇഷ്ടംപോലെ തൈ ഉണ്ടാവും ഇതിന്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് വെക്കാം. അപ്പോൾ അടിയിൽ നമ്മൾ ചവറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് വെള്ളം കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. താഴോട്ട് വെള്ളം ഇറങ്ങുമ്പോൾ പെട്ടെന്ന് വെള്ളം തങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചവറിട്ടിരിക്കുന്നത്. മണ്ണാണെങ്കിൽ അവിടെ കെട്ടി നിൽക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ചവറിടുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് സ്മൂത്തായിട്ട് ഒഴുകിപ്പോകും. അപ്പോൾ ഇതിലോട്ട് നമുക്കത് തൈ എടുത്ത് നടാം. 2 നടാം. ഏതെങ്കിലും ഒന്നെങ്കിലും പിടിക്കുമല്ലോ. ഇവിടെയൊക്കെ നിറച്ച് തൈ നിൽപ്പുണ്ട്. ഇത് കണ്ടോ ഇതിലൊക്കെ തൈയാണ് നിൽക്കുന്നത് കണ്ടോ. നിറച്ചുണ്ട് കണ്ടോ. ഏതെങ്കിലും നമുക്ക് ആരോഗ്യമുള്ള 2 തൈ എടുക്കാം. ഇതുകൊണ്ട് ഇതിൽ നമുക്ക് 2 തൈ പറിച്ചത് കണ്ടോ. ഇത് കണ്ടോ വേര് പൊട്ടാതെ
പറിച്ചെടുക്കണം. ഇത് കണ്ട് ഇതിൽ നമുക്ക് 2 തൈ പറിച്ചെടുക്കാതെ. അപ്പോൾ ഇത് ഇച്ചിരി കൂടെ വലുതായതുകൊണ്ട. ഇതുപോലത്തെ 2 തൈ ഞാൻ ഒരെണ്ണം 50 രൂപയ്ക്ക് ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഇവിടെ കറ്റാർവാഴ ഇല്ലായിരുന്നു, അപ്പോൾ നമ്മൾ അത് മേടിച്ചതാണ്. അതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് എല്ലാത്തിലും കണ്ടേ മാറ്റി വെച്ച് കറ്റാർവാഴ. എവിടെയൊക്കെ കറ്റാർവാഴ നോക്കി കണ്ടോ. ഇവിടെ എല്ലാം കറ്റാർവാഴയുടെ. ഇതിൽ നിന്ന് ഈ 2 തൈയിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഞാനിതൊന്ന് വെക്കട്ടെ. ഇതാണ് കേട്ടോ. അത് കൃഷിയായിട്ട് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഉപകാരമുണ്ട്. ഈ 2 വശത്തോട്ടായിട്ട് നമുക്കത് ചരിച്ച് വെച്ച് കൊടുക്കാം. അത് വേണ്ട വേണ്ട ഇതിന് ചരിച്ചിട്ട് ഇങ്ങനെ 2 വശത്തോട്ടായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. എന്താ ഇത്രയുള്ള കാര്യം. വേഗം ഇത് വേറെ നമുക്ക് വേറെ മണ്ണിൻ്റെ ഒന്നും വേറെ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താ ഇത് അവിടെ ഇങ്ങനെ ഒരു സൈഡിൽ മഴയൊന്നും കൊള്ളാതെ 2-3-4 ദിവസം ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കണേ. അപ്പം നല്ലതുപോലെ വേര് പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മളത് മാറ്റി വെക്കാവുള്ളൂ. മുറ്റത്തോട്ട് മഴയും നല്ല വെയിലും കൊള്ളുന്നിടത്തോട്ടൊക്കെ വെക്കാവുള്ളൂ. അല്ലാതെ വെക്കരുത്. ഇത് വാടി ഒരുമാതിരി ഉണങ്ങിപ്പോവും. ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കരമല്ലേ. അപ്പോൾ ആ ചൂട് കൊണ്ട് ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം മഴ അമിതമായിട്ട് കൊണ്ടാൽ ഇതിൻ്റെ വേര് പിടിച്ചില്ലേ ചീഞ്ഞു പോകും. അപ്പോൾ ഇത് ഒരു 1-2 ആഴ്ച നമുക്കത് മഴയും വെയിലും കൊള്ളാതെ എവിടെയെങ്കിലും ഒരു വരമ്പത്തോ വല്ലതും എടുത്ത് വെക്കണം. അതിനുശേഷം നല്ലതുപോലെ പുതിയ ഇലകൾ വരുന്നെന്ന് തോന്നുമ്പോൾ മാത്രമേ നമ്മളത് മാറ്റി വെക്കണം. അത് കണ്ട ഇത്രയുള്ള കാര്യം. ഇത് കണ്ടോ, ഞാൻ നല്ലതുപോലെ കാണിച്ചു തരാം. വെച്ചത് ഇത് കണ്ടോ, ഇങ്ങനെ സൈഡ് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ നമുക്കിത് എവിടെയെങ്കിലും ഒരു സ്ഥലത്തോട്ട് മാറ്റി വെക്കാം. അപ്പോൾ വേറെ വളങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അമിതമായിട്ടൊന്നും ചെയ്യേണ്ട. ഇത് മാത്രം മതി. ഈ ഒരു ചെറിയ വളം മതി. അല്ലാതെ ആ വളക്കൂറുള്ള മണ്ണിൽ തന്നെ എല്ലാം പിടിച്ചോളും. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഇതെല്ലാം പിടിപ്പിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എവിടെയെങ്കിലും ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും ഞങ്ങളറിയാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ അത് കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ തെറ്റുണ്ടെങ്കിൽ അത് അറിയിക്കാം. നമ്മൾക്ക് തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാമല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.